ഇത്രയും വലിയ ഓഫർ ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഈ സെഗ്മെന്റിൽ വരുന്നത് ബുള്ളറ്റ് ക്ലാസിക് 350 ആണ്. 2016 ഉണ്ട്, 17 ഉണ്ട്, 18 വണ്ടികളുണ്ട്. 10,000 രൂപ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ലാഭം നോക്കിയിട്ടല്ല ചില കച്ചവടങ്ങൾ ചെയ്യണത്, എല്ലാം ലാഭത്തിലായിരിക്കില്ല. എന്നാലും നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ബെൻലിയൊക്കെ ഒരു 20,000 രൂപ കുറച്ച് കൊടുക്കാം. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണ്. പക്ക ബ്രാൻഡ് ന്യൂ ടയറുകൾ MRFന്റെ ഉണ്ട്. ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. ഇൻഷുറൻസ്, പോകഡസ്റ്റ്, സ്പെയർ കീ ഇത് ഇറക്കുണ്ടാവും. ടെയിൽ ലൈറ്റ് ബൾബ് അടക്കം വർക്കിംഗ് ആയിരിക്കും. ഫുൾ കണ്ടീഷൻ ആയിരിക്കും. ഈ സെഗ്മെന്റ് കംപ്ലീറ്റ് ഹീറോന്റെ വണ്ടികളാണ്. ആ സെഗ്മെന്റ് നമുക്ക് കാണിച്ച് ബജാജിന്റെ വണ്ടികളാണ്. അവിടെ കാണിച്ച ഐഷറിന്റെ റോയൽ എൻഫീൽഡ് ആണ്. കാർബൈഡ് സെഗ്മെന്റും ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതൊക്കെ റയർ വണ്ടിയാണ്. 42 രൂപ മുതൽ വണ്ടികൾ മേപ്പോട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കസ്റ്റമർ നമ്മളിൽ നിന്ന് വണ്ടികൾ എടുത്തിട്ടുണ്ട്, എടുക്കാറുണ്ട്. ഈ ഭാഗത്ത് വരുന്നത് R15 സ്പോർട്സ് ബൈക്കാണ്. യമഹയുടെ R15 വേർഷൻ 3 2021, 22, 23, 24 മോഡൽ വരെയുള്ള വണ്ടിയുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് മാത്രമായിട്ട് വരാം. നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറിയും ഫ്രീ ആയിട്ട് ചെയ്തുതരാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂസർ ബൈക്ക് ഷോറൂം ആയിട്ടുള്ള പ്രിയദർശിനി മോട്ടോർ പാലസിൽ ഈ ഒരു മാസം ഒരു വലിയ സ്റ്റോക്ക് ക്ലിയറൻസ് മേള നടക്കുകയാണല്ലേ. അതായത് നിലവിലുള്ള എല്ലാ സ്റ്റോക്കും നമുക്ക് ഈ മാസം വിറ്റഴിക്കണം. നവംബർ മാസം എന്ന് മുതലാണ്? നവംബർ 20 മുതൽ ഡിസംബർ 20 വരെ. കറക്റ്റ് ഒരു മാസം, ഒറ്റ മാസം. അത് കഴിഞ്ഞ് 21 വന്നാൽ കിട്ടില്ല. 21 വന്നാല് നമ്മൾ ഈ കൊടുക്കണ ഓഫർ നമ്മളെ നോർമൽ ഓഫർ നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുണ്ടല്ലോ. ഫുൾ ടാങ്ക് ഫ്യൂവല്, 2 ഹെൽമെറ്റ്, നെയിം ട്രാൻസ്ഫർ, എഞ്ചിൻ വാറന്റി ഒക്കെ കൊടുക്കാറുണ്ട്. 6 മാസത്തെ അത് നമ്മൾ കൊടുക്കും. അത് എന്നും കൊടുക്കാം. അതെന്നും ഈ 365 ദിവസം ഉണ്ടാവും കൊടുക്കാം. ഓക്കെ, ഈ ഒരു മാസം അതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ്. ഇയർ എൻഡിങ് ആണ്. GSTയുടെ പുതിയ ഇത്തിരി കുറവുണ്ടായി. നമ്മൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഓഫർ കൊടുക്കാറുണ്ട്. അപ്പൊ ഓഫർ മീൻസ് കസ്റ്റമർക്ക് ഒരു പ്രചോദനം, കസ്റ്റമർക്ക് നമ്മളിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം. കണ്ടീഷൻ ഒക്കെ പഴയ പോലെ തന്നെ സൂപ്പർ കണ്ടീഷൻ വണ്ടികൾ ഉണ്ടാവും. ഈ ഒരു മാസം നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ഉണ്ടാവും. അത് റെഡി ക്യാഷ് കസ്റ്റമർക്കാണ് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നു. റെഡി ക്യാഷിന് എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് ഈ പറയുന്ന. നിങ്ങളുടെ കയ്യിൽ ഗോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ലോൺ അല്ലാണ്ട് ഇവിടുത്തെ അതായത് റീഫിനാൻസ് അല്ലാണ്ട് നിങ്ങൾ ഫണ്ടായിട്ട് വന്നിട്ട് വണ്ടി മേടിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നത് ഒരു തർക്കമില്ല. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്? ഗിയർലെസ് വണ്ടികളുണ്ട്, സാധാരണ കമ്മ്യൂട്ടർ ബൈക്സ് ഉണ്ട്, സ്പോർട്സ് ബൈക്ക് ഉണ്ട്, ബുള്ളറ്റ്സ് ഉണ്ട്. 150 cc താഴെയുള്ള വണ്ടികൾക്ക് 5000 രൂപ. എത്ര? 5000 രൂപ. 5000 രൂപയുടെ ഓഫർ അല്ലേ? കുറച്ചങ്ങോട്ട് തരും. ഒരു 55 റുപ്യക്ക് കൊടുക്കണ വണ്ടി ഇൻസ്റ്റാഗ്രാമിൽ റേറ്റ് ഉണ്ട്, നോർമൽ റേറ്റ് അറിയണ്ടല്ലോ. അതായത് നിലവിലുള്ള എല്ലാ സ്റ്റോക്കുകളുടെ പ്രൈസ്, മുൻപത്തെ പ്രൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൽ നിന്ന് 5000 രൂപ കുറച്ചുള്ളൂ. ഓക്കെ, 5000 രൂപ കുറച്ച് മേടിക്കുന്നുള്ളൂ. അത് നിങ്ങൾ തന്നാൽ മതി. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് 55,000 രൂപയുടെ വണ്ടിയാണെങ്കിൽ 50,000 രൂപ പ്രൈസ്. റെഡി ക്യാഷ് ഓഫറുകൾ. എന്റെ ഓഫറിന് തന്നെ ഒരു 5,000 രൂപ വില മതിക്കാറുണ്ട്. അതുണ്ടാവും, കാരണം കൊടുക്കുന്ന അത്രയും വലിയ ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത്. ഇത് 150 cc താഴെ. 150 cc മേലുള്ള വണ്ടികൾ ഇപ്പൊ 400 cc വരെയുള്ള ഡൊമിനാർ വരെ ഉണ്ടല്ലോ. 10,000 രൂപ. അതായത് 1,10,000 രൂപ വണ്ടിയാണെങ്കിൽ 1 ലക്ഷം മതി. 1 ലക്ഷം. 10,000 രൂപ ഡിസ്കൗണ്ട്. 10,000 രൂപ ഡിസ്കൗണ്ട് തന്നെ ഈ പറഞ്ഞ ഓഫറുകൾ. ഫുൾ ടാങ്ക് പെട്രോള്, 2 ഹെൽമെറ്റ്, ഫ്രീ നെയിം ട്രാൻസ്ഫർ, 6 മാസത്തെ എഞ്ചിൻ വാറന്റി. വണ്ടി അതേപോലെ തന്നെ കണ്ടീഷൻ ഉണ്ടാവും. നമ്മൾ തല്ലിക്കൂട്ട് വണ്ടികളില്ല. 100ക്ക് 100 വണ്ടി സെക്കൻഡ് ഹാൻഡിൽ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ അതേപോലെ നന്നാക്കിയ വണ്ടികൾ മാത്രം. നോ കംപ്ലൈൻറ്റ്, 0 കംപ്ലൈൻറ്റ് വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ പറഞ്ഞ സമയം യൂട്ടിലൈസ് ചെയ്യണം, സമയം ശ്രദ്ധിക്കണം. കാരണം ഇത് സൈറ്റിൽ എന്നുണ്ടാവും. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഡേറ്റ് എന്തായാലും സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം. നവംബർ മാസം 20 മുതൽ ഡിസംബർ മാസം 20 വരെ. പിന്നെ ലാസ്റ്റ് ടൈമിലേക്ക് അധികം പോവണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരുപാട് വണ്ടികളില്ല. പർച്ചേസും ഉണ്ടാവില്ല ഈ മാസത്തിൽ. ക്ലിയറൻസ് ആണല്ലോ ചെയ്യണത് നമ്മൾ. അപ്പൊ കൂട്ടി ക്ലാഷ് ആക്കിയിട്ട് നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. ഇതിനോടൊപ്പം ഞാനിത് വിറ്റൊഴിക്കണോടുകൂടി പർച്ചേസും കൂടി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തിനുള്ളിൽ ഉറങ്ങേണ്ട ഒരു ഇത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതോട് കൂടിയിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയും വേഗം വരെ ലാസ്റ്റ് ടൈമിലേക്ക് പോയ വണ്ടികൾ ക്ലിയർ ആകും. 30ാമത്തെ ദിവസം വന്നിട്ട് വണ്ടി എവിടെ വെച്ചാൽ വണ്ടി ഉണ്ടാവില്ല. അതാണ് പ്രത്യേകം പറയാനുള്ളത്. അപ്പൊ ആദ്യക്ക് വരുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ലിമിറ്റഡ് സ്റ്റോക്സ് ആണുള്ളത്. ഈ സ്റ്റോക്ക് ക്ലിയർ ആവണ വരുന്നത്. അപ്പൊ ആദ്യം വരുന്നവർക്ക് വണ്ടി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശും കൊണ്ട് വരാം, അതേപോലെ തന്നെ തിരിച്ചു വണ്ടി ഉണ്ടാവില്ല. ഈ പറഞ്ഞ 30ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഞാൻ മാക്സിമം അത് സെയിലാക്കാൻ നോക്കും. ആദ്യം വരുന്നവർക്ക് കൊടുത്തൊഴിവാക്കും. ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത മാസം കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്കുകൾ വരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഈ വണ്ടി ഉണ്ടാവില്ല.
എടുത്ത് പറയേണ്ടത് നമ്മൾ ആദ്യമൊക്കെ ബുള്ളറ്റുകളിലെ ഒരു 2 സെക്ഷൻ ഉണ്ടാവും, ബുള്ളറ്റുകൾ മാത്രം. ഇപ്പൊ ആകെ ഒരു 10-15 ഇരിക്കുന്ന വണ്ടികളുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് വണ്ടി കിട്ടും, രണ്ടാമത് വരുന്നവർക്ക് ഈ ഓഫ് റോഡ് കൂടി കിട്ടില്ല എന്നുള്ളൂ. ഓഫ് റോഡ് കൂടി അപ്പോഴേക്കും പിന്നെ വണ്ടികൾ ഈ ഡിസംബർ 20 ശേഷം വണ്ടികൾ വരുമല്ലോ. നമ്മൾ നോർമൽ എങ്ങനെയാണ് കൊടുക്കാറ്, ഓഫറിൽ വണ്ടികൾ ഏത് നമ്മളുടെ ഈ പറഞ്ഞ ഫ്യൂവലും ഹെൽമെറ്റും അത്ര. ഈ പറഞ്ഞ ക്യാഷ് ഡിസ്കൗണ്ട് ഈ പറഞ്ഞ 30 ദിവസത്തിനുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് കിട്ടും. നിങ്ങൾ മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നിലവിൽ ഈ ഒരു മാസം ഏതൊക്കെ വണ്ടികൾ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഈ സെഗ്മെന്റിൽ വരുന്നത് ബുള്ളറ്റ് ക്ലാസിക് 350 ആണ്. 2016 ഉണ്ട്, 17 ഉണ്ട്, 18 വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ്. പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടികൾ. അത്യാവശ്യം ഇതൊക്കെ 36,000 കിലോമീറ്റർ. ഈ വണ്ടി വന്നിട്ട് 40,000 കിലോമീറ്റർ. ഇത് വന്നിട്ട് 37,000 കിലോമീറ്റർ. മോഡൽ ഇത്ര കുറഞ്ഞത് കൊണ്ടാണ് ആ കിലോമീറ്റർ 40-ലേക്കൊക്കെ പോയത്. അല്ലാത്തൊക്കെ 20-25 ഓടിയത് വണ്ടികളാണ് നമ്മൾ കോമൺലി ഉണ്ടാവാറ്. എങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ, ബുള്ളറ്റൊക്കെ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ആയാലും പീരിയോഡിക് സർവീസ് ആണെങ്കിൽ അതിന് ഒന്നും സംഭവിക്കാനില്ല. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. പക്ക ബ്രാൻഡ് ന്യൂ ടയറുകൾ MRF-ന്റെ ഉണ്ട്. ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. ഈ വണ്ടികളോടെ 98 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഓഫറുകളും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും. ഈ പറഞ്ഞ ഫസ്റ്റ് ആദ്യത്തെ ഈ ഡിസംബർ 20 വരെയുള്ള കസ്റ്റമറിന് 10,000 രൂപ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വണ്ടികളും പക്ക കണ്ടീഷൻ, എല്ലാം സെൽഫ് ആവട്ടെ എന്താവട്ടെ, ഈവൻ ഇൻഷുറൻസ്, പുകഡസ്റ്റ്, സ്പെയർ കീ ഇത് അടക്കമുണ്ടാവും. ടെയിൽ ലൈറ്റ് ബൾബ് അടക്കം വർക്കിംഗ് ആയിരിക്കും. ഫുൾ കണ്ടീഷൻ ആയിരിക്കും. ധൈര്യമായിട്ട് മേടിക്കാം, ഒരു ടെൻഷനും വേണ്ട. ഇതൊക്കെ മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ, കോട്ടയം പാല, വടക്കാഞ്ചേരി, തൃപ്രയാറ്, ചാലക്കുടി, തൃശ്ശൂർ ടൗണ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഇവിടുത്തെ വണ്ടികളാണ് ബുള്ളറ്റിന്. ഇതൊക്കെ ക്ലാസിക് സെഗ്മെന്റ് ആണ്. ഈ വണ്ടികൾ വരുന്നത് സ്റ്റാൻഡേർഡിൽ സെൽഫ് വരുന്ന ABS വരുന്ന വണ്ടിയാണ്. മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ്. ഡുവൽ ചാനൽ ABS-ഉം ഈ സെഗ്മെന്റ് വണ്ടികൾക്ക് വരുന്നുണ്ട്. BS4 ഉണ്ട്, അതേസമയം BS6 വണ്ടികളുണ്ട്. വീണ്ടും പറയുന്നത് ഡിസംബർ 20 വരെ 10,000 രൂപ റെഡി ക്യാഷ് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഈ സെഗ്മെന്റിൽ നമ്മൾ നോർമൽ കമ്മ്യൂട്ടഡ് മൈലേജ് സെഗ്മെന്റിന്റെ വണ്ടികൾ പ്ലാറ്റിന, അതേസമയം CT. പ്ലാറ്റിന 100 ഉണ്ട്, പ്ലാറ്റിന 110 ഉണ്ട്, CT 110 ഉണ്ട്. ഇതൊക്കെ മൈലേജ് നമുക്കറിയാം, ഏകദേശം ഒരു 80-85 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എല്ലാ വണ്ടികളും നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഉണ്ട്. ABS ഉള്ള പ്ലാറ്റിന ഉണ്ട്. എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളാണ്. 25, 18, 19 ഒക്കെ ഓടിയിട്ടുള്ളൂ. അതായത് ഫ്രീ സർവീസ്, കമ്പനി ഫ്രീ സർവീസ് തന്നെ നമുക്കറിയാം, ഏകദേശം ഒരു 15,000 കിലോമീറ്റർ ആയിരിക്കും. ആ ഫ്രീ സർവീസ് കഴിഞ്ഞ സിംഗിൾ ഓണർ വണ്ടികളാണ്. ഒന്നും നോക്കാനില്ല. അടുത്ത 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഏകദേശം 63 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 21, 22, 23, 24 മോഡല് ബജാജിൻ്റെ പ്ലാറ്റിന ആസ് വെൽ എസ് CT 100. ഇനി ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വരുന്നത്. പാഷൻ പ്രോൻ്റെ BS4 സെഗ്മെന്റ്, അതായത് കാർബൈഡ് സെഗ്മെന്റിന്റെ ലാസ്റ്റ് വണ്ടികൾ, സിംഗിൾ ഓണർ വണ്ടികൾ. ടയറൊക്കെ നോക്കിയാൽ കാണാം, സിയറ്റിന്റെ അതേസമയം MRF-ന്റെ ടയറുകളാണ്. ഗുഡ് കണ്ടീഷനാണ്. എല്ലാ കാര്യങ്ങളും, ഈവൻ മഡ് ഫ്ലാപ്പ് അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഓൺ ഓഫ് സ്വിച്ച്, ഹാൻഡ് ഗ്രിപ്പ് എല്ലാം. ഒരു സർവീസോ ഒന്നും ഇനി ചെയ്യാനില്ല. വണ്ടി എടുക്കുക, ഓടിക്കുക, അത്ര മാത്രം കരുതിയാൽ മതി. അത്രയും ബ്രാൻഡ് കണ്ടീഷൻ ഉണ്ടാവും. തൃശ്ശൂർ രജിസ്ട്രേഷൻ ഉണ്ട്, ഗുരുവായൂർ രജിസ്ട്രേഷൻ ഉണ്ട്, ഇവിടെ എറണാകുളം കാക്കനാട് രജിസ്ട്രേഷൻ, ഇത് എറണാകുളം കാക്കനാട്. ഇതൊക്കെ സ്പ്ലെൻഡർ, അതേസമയം സ്പ്ലെൻഡറിന്റെ നൈസ്മാർട്ട്, പാഷൻ പ്ലസ് വരെ ഈ സെഗ്മെന്റ് കംപ്ലീറ്റ് ഹീറോന്റെ വണ്ടികളാണ്. ആ സെഗ്മെന്റ് നമുക്ക് കാണിച്ച് ബജാജിന്റെ വണ്ടികളാണ്. അവിടെ കാണിച്ച ഐഷറിന്റെ റോയൽ എൻഫീൽഡ് ആണ്. ഈ സെഗ്മെന്റിലെ വണ്ടികളൊക്കെ ഏകദേശം ഒരു 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പാഷൻ പ്രോ ഒക്കെ നമുക്കറിയാം, ഒരു 60 കിലോമീറ്റർ കുറയാണ്ട് മൈലേജ് ഉണ്ടാവും. 100 cc, 110 cc വണ്ടികളാണ്. ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ്. ഇതൊക്കെ ഒരു 58 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്പ്ലെൻഡർ ഒക്കെ മോഡൽ കൂടിയ വണ്ടികളാണ്. ഇതൊന്നും നോക്കാനില്ല. ഈ വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരു 79 രൂപ റേഞ്ച് വരും. ജസ്റ്റ് 15,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഈവൻ സ്പെയർ കീ അടക്കം പൊട്ടിച്ചിട്ടുണ്ടാവില്ല. കണ്ടീഷൻ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല സൂപ്പർ കണ്ടീഷനാണ്. ധൈര്യമായിട്ട് വരാ, മേടിക്കുക, പോവാ. അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ഇതൊക്കെ നോക്കിയാൽ ജസ്റ്റ് ഒരു കൊല്ലത്തെ പഴക്കമുള്ള ജസ്റ്റ് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പാഷൻ പ്ലസ് BS6 ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് വണ്ടിയാണ്. കാർബൈഡ് സെഗ്മെന്റും ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതൊക്കെ റയർ വണ്ടിയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കുറവായിരിക്കും. കൂടുതൽ ഇലക്ട്രിക് സെഗ്മെന്റ് വണ്ടികളൊക്കെയാണ് വരുന്നത്. അത്രയും കണ്ടീഷനുള്ള വണ്ടികൾ നമ്മൾ നോക്കിയെടുക്കാറുണ്ട്. റയർ ആയി പോയി. ഇതൊക്കെ മുന്നൊക്കെ ഒരുപാട് വണ്ടികൾ നമുക്ക് കിട്ടിയിരുന്നു ഇങ്ങനത്തെ. ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക, നല്ല വണ്ടികൾ നോക്കി മേടിക്കുക. ബാക്കിയുള്ളവർക്ക് കിട്ടും, അത്ര പറയാനുള്ളൂ. ഇനി അടുത്ത സെഗ്മെന്റിൽ ഇങ്ങോട്ട് വരുന്നത് നമ്മളുടെ ബെനലിയാണ്. ബെനലി ഒക്കെ 2.15 റേഞ്ച് വണ്ടിയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ബെനലിയൊക്കെ ഒരു 20,000 രൂപ കുറച്ച് കൊടുക്കാം. 2.15ന്റെ വണ്ടി ജസ്റ്റ് 1.95 ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക്
വണ്ടി തരാം. സിംഗിൾ ഓണർ വണ്ടിയാണ്, ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ബെൻലിയൊക്കെ ഒന്നും നോക്കാനില്ല, സ്പെയറും കാര്യങ്ങളൊക്കെ എല്ലാം ചിലവർക്കുള്ള ബെൻലിക്ക് സ്പെയർ കിട്ടുമെന്നുള്ള ഓൺലൈനിൽ എല്ലാ സാധനങ്ങളും ബെൻലികൾ കിട്ടും. പിന്നെ ഈ സെഗ്മെന്റിൽ വരുന്നത് നമ്മളുടെ ഗിയർലെസ് സെഗ്മെന്റ്, ആക്സസ് 125, ഹോണ്ടയുടെ ഗ്രാസിയ, ആക്റ്റീവ 6G, ആക്റ്റീവ 125 ഡിലക്സ്, നമ്മളെ യമഹയുടെ ഫാസിനോ, ആക്റ്റീവ ഏവിയേറ്റർ, ആക്റ്റീവ 125 ആക്സസ്, ഇതൊക്കെ ഗിയർലെസ് സെഗ്മെന്റ് വണ്ടികളാണ്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് BS4 ആക്റ്റീവകളാണ്. ഗിയർലെസ് വണ്ടികൾക്ക് ഈ എല്ലാ വണ്ടികൾക്കും 5000 രൂപ ക്യാഷ് ബാക്ക്, 5000 രൂപ കുറച്ചാൽ മതി. ഇൻസ്റ്റയിൽ എന്താണ് റേറ്റ് എടുക്കണേ ആ റേറ്റ് നോക്കുക, 5000 രൂപ കുറച്ചാൽ മതി. 42 രൂപ മുതൽ വണ്ടികൾ മേപ്പോട്ടുണ്ട്. 42 രൂപ മുതൽ ഏകദേശം ഏറ്റവും മോഡൽ കൂടിയ വണ്ടികൾ എനിക്ക് തോന്നുന്നത് ഒരു 90 രൂപ വരെയുള്ള വണ്ടികളുണ്ട്. ഏറ്റവും മോഡൽ 24 മോഡൽ വരെയുള്ള 90 രൂപ 88 രൂപ വരെയുള്ള വണ്ടികളുണ്ട്. അതിനൊക്കെ 5000 രൂപ ക്യാഷ് ബാക്ക് എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടും ഓഫ് റോഡ് കൊണ്ട് കൊടുക്കണോണ്ട് ഇത്ര ഇത് കൊടുക്കണത്, റെഡി ക്യാഷ് കസ്റ്റമർ ആയതുകൊണ്ടാണ് ഇത്ര കൊടുക്കണത്. അത് നമ്മൾ ലാഭം നോക്കിയിട്ടല്ല ചില കച്ചവടങ്ങൾ ചെയ്യണത്, എല്ലാം ലാഭത്തിലായിരിക്കില്ല. എന്നാലും നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്കുകൾ ഇനി ഫ്രഷ് ഇയറിൽ പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കണം. ഇതൊക്കെ ഹോണ്ടയുടെ ഏവിയേറ്റർ നല്ല ഗ്ലേസിംഗ് ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ്, ഇൻക്ലൂഡിങ് സ്പെയർ കീ അടക്കം തരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആര് വന്നാലും വണ്ടി ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, അത് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കസ്റ്റമർ നമ്മളിൽ നിന്ന് വണ്ടികൾ എടുത്തിട്ടുണ്ട്, എടുക്കാറുണ്ട്. അത് കണ്ടീഷൻ നോക്കിയിട്ടാണ് ഓരോരുത്തർ എടുക്കാറ്. അവിടെ ഇവിടെ വണ്ടികൾ കിട്ടാണ്ടല്ല, എല്ലാവർക്കും അറിയാം. നല്ല വണ്ടി നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ പിന്നിൽ പുലിവാലായിട്ട് ഓർഡർ ഉണ്ടാന്ന് വിചാരിച്ചിരുന്നു. ആ ട്രസ്റ്റ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ചില വണ്ടികൾക്ക് ഇത്തിരി റേറ്റ് കൂടുതലുണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ നല്ല ഓഫർ എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ട് തരുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് വരുന്ന ഹോണ്ടയുടെ ഷൈനൊക്കെയാണ് ബൈക്ക്. ഇവതൊക്കെ ആക്റ്റീവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സിംഗിൾ ഓണർ, നല്ല നീറ്റ് പിൻ ഡ്രോപ്പ് ക്ലീനാണ് എല്ലാ വണ്ടികളും. ഒരു പൊടി എന്ന് പറഞ്ഞ സാധനം ഈ വണ്ടി മേലെ ഉണ്ടാവില്ല. ഫുൾ ഫിറ്റഡ് ഗാർഡ് എല്ലാം ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, വണ്ടി ഒരു കാണാനൊരു സകല കല ഉണ്ട്. അത് വണ്ടി ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. നിങ്ങളെ സമയം നിങ്ങൾക്ക് കളയണ്ട, ധൈര്യമായിട്ട് വരാം. ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മേടിച്ച് വേഗം പോവാം കാര്യങ്ങൾ. ഇതൊക്കെ എല്ലായിടത്തെ രജിസ്ട്രേഷൻ ഉണ്ട്. ദൂരം നിന്ന് വരുന്നായാലും ചാലക്കുടി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, പട്ടാമ്പി, പറവൂർ, ആലുവ, എറണാകുളം, കാക്കനാട്, തൃശ്ശൂർ, പെരുമ്പാവൂർ, എല്ലായിടത്തെ രജിസ്ട്രേഷൻ വണ്ടി. ഇതൊക്കെ സെൻസർ ടൈപ്പ് അല്ല, കാർബേറ്ററിൻ്റെ ലാസ്റ്റ് വണ്ടികളാണ് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഹോണ്ടയുടെ ഡിയോ 2020 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതൊക്കെ നമുക്കൊരു 75 രൂപ റേഞ്ച് ഇട്ട് കൊടുക്കാം. ഫാൻസി നമ്പർ, പുത്തൻ MRFൻ്റെ ടയർ, ഗാർഡ് കാര്യങ്ങൾ, DX വണ്ടിയാണ്. ഒക്കെ ഇപ്പോൾ നമ്മളെ ഷോറൂമിൽ അവൈലബിൾ അല്ലാത്ത വണ്ടിയാണ് ഇതൊക്കെ. ഇപ്പോൾ ഒക്കെ സെൻസർ ടൈപ്പാണ്. ജസ്റ്റ് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ TVSൻ്റെ ജുപ്പിറ്ററാണ്. ജുപ്പിറ്റർ 125 2023 മോഡൽ, സിംഗിൾ ഓണർ, 2 ഹെൽമെറ്റ് വെക്കുന്ന ടൈപ്പ് വണ്ടി. ഈ ഭാഗത്ത് വരുന്ന യമഹന ZR വന്നിട്ട് 2021 മോഡൽ, ജുപ്പിറ്ററിൻ്റെ ക്ലാസിക് 2022 മോഡൽ. ഇതൊക്കെ ഗിയർലെസ് വണ്ടികളാണ് ഈ കാണിച്ചത്. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ TVSൻ്റെ എൻടോർക്ക് 2023, 2022, 2021 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ്. BS4 ഉണ്ട്, BS6 ഉണ്ട്. ഇതിനൊക്കെ 5000 രൂപ സ്പോട്ടിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരും. പിന്നെ സ്കൂട്ടി പെപ്പ്, അത് മോഡൽ കൂടിയ വണ്ടി 2022 വണ്ടിയാണ്. അതൊക്കെ ആകുമ്പോൾ ഒരു 62 രൂപ വരുന്നുള്ള. ജസ്റ്റ് 9000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡലാണ്, പഴയ മോഡലല്ല. 9000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ യമഹയുടെ FZ വേർഷൻ 2 ആണ്. ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത വണ്ടിയാണ് വേർഷൻ 2. ഏറ്റവും കണ്ടീഷനുള്ള FZൽ ഏറ്റവും നല്ല മൈലേജ് സെഗ്മെൻറ്റുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, 2019 മോഡൽ, റയർ പേസ്, ഫുൾ ബ്ലാക്ക് ആണ്. FZ 16 വരുന്ന കാറ്റഗറിയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 83 രൂപ റേഞ്ചിന് ചെയ്ത് തരാം. 150cc ആയതുകൊണ്ട് 5000 രൂപ, താഴെയുണ്ട് 5000 രൂപ കുറച്ചും തരാം നിങ്ങൾക്ക്. ഇതൊക്കെ പൾസർ, ബജാജിൻ്റെ പൾസർ ട്വിൻ ഡിസ്ക് വരുന്നത് വണ്ടിയാണ്. 150, ഇതും 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്കായാലും 5000 രൂപ സ്പോട്ട് ഡിസ്കൗണ്ടും ഓഫറും. അപ്പോൾ ബെസ്റ്റ് 5000 രൂപയും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 10000 രൂപയുടെ കുറവുണ്ടാവും. നല്ല പുറത്തായിരിക്കും, എനിക്ക് 100% ഉറപ്പാണ്. ഈ ഭാഗത്ത് വരുന്നത് ബജാജിൻ്റെ RS200 വണ്ടി 2019, 2021 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടികൾക്കൊക്കെ 10000 രൂപ ഡിസ്കൗണ്ടാണ്. ABS വരുന്ന മോഡലാണ്. അത് നോൺ ABS ട്വിൻ ഡിസ്ക് വരുന്നതാണ്. 10000 രൂപ ഡിസ്കൗണ്ടിലോട് കൂടി ഈ RS200 130 വണ്ടിയാണെങ്കിൽ 120 നിങ്ങൾക്ക് ചെയ്തു തരും. ഈ ഭാഗത്ത് വരുന്ന യമഹ R15 വണ്ടിയാണ്. 85 രൂപ, V1S ആണ്. 85 രൂപ വരുന്നുള്ള. ഈ വണ്ടിക്കായാലും 155cc ആയതുകൊണ്ട് 10000 രൂപ ഡിസ്കൗണ്ട്, 75 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഈ ടൈമിനുള്ളിൽ തന്നിരിക്കും. ഈ ഭാഗത്ത് വരുന്നത് R15 സ്പോർട്സ് ബൈക്കാണ്. യമഹയുടെ R15 വേർഷൻ 3 2021, 22, 23, 24 മോഡൽ വരെയുള്ള വണ്ടിയുണ്ട്. ഈ വണ്ടികളൊക്കെ 165 മുതൽ 160 മുതൽ വണ്ടി പ്രൈസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്.
10,000 രൂപ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സൂപ്പർ കണ്ടീഷൻ. എല്ലാ വണ്ടിയും ടയറായാലും കാര്യങ്ങളായാലും ഒരു ക്വാളിറ്റിയിലോ കാര്യങ്ങളോ ഒന്നും കുറവില്ല. എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിൻ്റെ മാറ്റ് ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. 3 കളേഴ്സും ഇതിലുണ്ട്. ഏതാണ് ഇഷ്ടപ്പെടുന്നത്, എവിടത്താണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഓടി വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. കേരളത്തിലേക്ക് ഇനി ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്തു തരും. ലോങ്ങിലത്തുള്ള കസ്റ്റമറാണ്, നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അഗ്രിമെൻറ്റ് ചെയ്ത് തരും. അഗ്രിമെൻറ്റ് ചെയ്ത് തരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനിലും നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും. ഈ ഭാഗത്ത് വരുന്നത് നമ്മളെ എന്താ പറയുക, യമഹയുടെ MT-15. MT-15 1, 2, 3, 4, 5 വണ്ടിയുണ്ട്. ഈ വണ്ടികളൊക്കെ ഇതിലൂടെ 1,58 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 10,000 രൂപ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് യമഹയുടെ MT 2021, 22, 23 മോഡൽ വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി. എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ 22, 24, 25 കോടി വണ്ടി ഷോറൂമിൽ കിട്ടണ അതേ ക്വാളിറ്റിയിലുള്ള യമഹ MT-15 ധൈര്യമായിട്ട് എടുക്കാം. ഒരു സംശയം വേണ്ട, ആർക്കും എടുക്കാം. അതൊക്കെ കൊല്ലം രജിസ്ട്രേഷൻ ഉണ്ട്, ആലപ്പുഴ രജിസ്ട്രേഷൻ ഉണ്ട്, തൃശ്ശൂരുണ്ട്, നമ്മളുടെ കൊടുങ്ങല്ലൂരുണ്ട്, വീണ്ടും തൃശ്ശൂർ രജിസ്ട്രേഷൻ ഉണ്ട്. ഇത്ര രജിസ്ട്രേഷൻ വണ്ടികളുണ്ട്. ഈ ഭാഗത്ത് വരുന്നത് നമ്മളുടെ ഹീറോൻ്റെ Xpulse 200. ഈ വണ്ടിക്കായാലും 10,000 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട്. 1,30 വണ്ടി 1,20. ഇതൊക്കെ ആകുമ്പോൾ 1,50 വണ്ടിയാണ്. ഇതൊക്കെ 1,40, 1,38 റേഞ്ചിൽ നമ്മൾ ചെയ്തു തരും. ഈ പറഞ്ഞ ഫുൾ ടാങ്ക് ഫ്യൂലും കാര്യങ്ങളും ഓഫറും നെയിം ട്രാൻസ്ഫർ അടക്കം. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് മാത്രമായിട്ട് വരാം, വേറെ ഒന്നുമില്ല. നെയിം ട്രാൻസ്ഫറും കാര്യങ്ങളും കയ്യോടെ അപ്പം തന്നെ OTP എടുത്തിട്ട് പേര് മാറുന്ന ഫീസ് അടച്ച് റെസിപ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. ഹെൽമെറ്റ് കരുതണ്ട, 2 ഹെൽമെറ്റ് ഞാൻ തരാം. വേറെ ഒന്നും കരുതണ്ട. പേയ്മെൻറ്റ് നിങ്ങൾക്ക് UPI വഴിയോ ബൈ ഹാൻഡോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. വണ്ടിയുടെ കണ്ടീഷൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. ഇത്രയും വലിയ ഓഫർ ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അത് ഈ സമയത്ത് 2025 നവംബർ 20 മുതൽ ഡിസംബർ 20 വരെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിച്ചോ. വണ്ടികൾ ഇനിയും ഉണ്ടാവും. ഇതേപോലെ ഓഫർ റേറ്റിൽ കിട്ടണമെങ്കിൽ ഈ സമയത്തിനുള്ളിൽ പോന്നോ. കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയുള്ള, ഇനി രാത്രിയാണ് നിങ്ങൾക്ക് വരണമെങ്കിൽ രാത്രി 9 മണിക്കായാലും നിങ്ങൾക്ക് ഷോപ്പ് തുറക്കാം, വണ്ടി എടുത്ത് തരും. ഇനി സമയം നോക്കണ്ട, ഞായറാഴ്ച ഉണ്ടാവും കാലത്ത് 9 മണി തൊട്ട് രാത്രി 9 മണി വരെ. ഈ സമയത്ത് ഡിസംബർ 20 വരെ നിങ്ങൾക്ക് വരാം. നിങ്ങൾ എപ്പോഴാണ് ഫ്രീ നിങ്ങൾക്ക് വരാം. ഇനി വണ്ടി കണ്ട ഫോട്ടോസ് കാര്യങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് ബോധ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറിയും ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അപ്പം മാക്സിമം സമയം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഗുണമാവും. അത് കഴിഞ്ഞാലും വണ്ടി ഉണ്ടാവും. എന്നാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണേ, ഏറ്റവും നല്ല വണ്ടികളാണ്, കണ്ടീഷനാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 പീടിക. ഇനി ലൊക്കേഷൻ അറിയാത്തവരാണെങ്കിൽ പ്രിയദർശിനി മോട്ടോർ പാലസെന്നോ പ്രിയദർശിനി സർവീസ് സെൻ്ററിനോ ഗൂഗിളിൽ അടിച്ചാൽ വരും. ഇൻ ബിറ്റ്വീൻ ഗുരുവായൂർ, ഇവിടുന്ന് ഇരിഞ്ഞാലക്കുട, എറണാകുളത്ത് വരുന്ന കൊടുങ്ങല്ലൂർ, അതിൻ്റെ ഒക്കെ നടുക്കായിട്ട് വരും കയ്പമംഗലം 3 പീടിക. അവിടെ HP ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഈസ്റ്റ് സൈഡ് കിഴക്കോട്ട് വരുമ്പോൾ 2ാമത്തെ വളവിൽ പ്രിയദർശിനി സർവീസ് സെൻ്റർ എന്നൊരു ബോർഡുണ്ട്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വരാം. ഇനിയും സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ 3 നമ്പർ ഉണ്ട്. പരമാവധി കോളുകൾ കുറയ്ക്കുക. അത്രയും നമ്മൾ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പരമാവധി കോള് കുറയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാലത്ത് 9 തൊട്ട് വൈകിട്ട് 9 മണി വരെ ഈ മാസത്തിലുണ്ടാവും. നിങ്ങൾക്ക് ആ 3 നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പോരാ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ വണ്ടികളായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മറ്റു പല കാര്യങ്ങളും തിരക്കായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു വീഡിയോ എപ്പോഴാണ് ചെയ്യണം, വീഡിയോ എപ്പോഴാണ് ചെയ്യണമെന്ന്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ സമയം ഇങ്ങനെ ഒതുങ്ങി വന്നപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനേലും കൂടുതൽ വണ്ടികളായിട്ട് ഞാൻ മാക്സിമം വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.